എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ്. ഒരു 6:30 അല്ല 6:45 ആയപ്പോൾ എണീറ്റു. ചേച്ചി എക്സാമിന് പോയി. അപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് പയ്യെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. പല്ല് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അസുഖമുണ്ട്, തൈറോയ്ഡ്. അപ്പോൾ അതിനുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ ഓട്സിന് 2 ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ ഒരു ബണ്ണും കഴിച്ച് കുറച്ച് വെള്ളവും കുടിച്ച്. ഇത് എനിക്കിഷ്ടപ്പെട്ട ബിസ്ക്കറ്റ്. ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഓട്സൊക്കെ കടിക്കാൻ കിട്ടും, നൈസാണ്. പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിച്ച് സുന്ദരിക്കുട്ടിയായി. പിന്നെ നമ്മൾ പുറത്തോട്ട് പോവേണ്ട, ഒരു എക്സാം കഴിഞ്ഞ് നമ്മൾ വിളിച്ച് അപ്പോൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ പുറത്തു കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. നല്ല വെയിലുണ്ട്. ലഗേജ് എൻ്റെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഞാനതും കൊണ്ട് വേണം അവർക്ക് എക്സാമുള്ള സ്ഥലത്ത് പോകാൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചതാണ്ട. ഇതിൽ തൈര് സാദവും എല്ലാവരും ഉണ്ട്, സാമ്പാർ സാദവും വെജിറ്റബിൾ റൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൊരു ഊബറിൽ കയറി തിരിച്ച് റിട്ടേണാണ്. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അതിൽ അവരുടെ എക്സാം ഹാളിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു വീഡിയോ, തിരക്കായതുകൊണ്ട്. ഇത് നമ്മൾ ഊബറിൽ പോകുമ്പോൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പണിയുന്നുണ്ട്. പണി കഴിയാത്തതും ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി. പക്ഷെ അപ്പോഴത്തേനും നമുക്ക് ബ്ലോക്ക് കിട്ടിയായിരുന്നു. കുറച്ച് നേരം ബ്ലോക്കിൽ കിടന്ന് പിന്നെ വണ്ടി എടുത്ത് വീണ്ടും ബ്ലോക്ക് കിട്ടി, വീണ്ടും നിർത്തി പയ്യാണ് പോയത്. നമുക്ക് 4:30 ട്രെയിൻ, കോഴിക്കോടേക്കാണ് കിട്ടിയേക്കണത്. അങ്ങനെ വലിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ഒരു റെയിൽവേ സ്റ്റേഷനാണ്, ഭയങ്കര വലുതാണ്. കാണാൻ തന്നെ ഭയങ്കര ഉള്ളിൽ കുറേ സ്പേസ് ആയിട്ട്. പിന്നെ എന്താണ്, ജനങ്ങളാണ് ഫുള്ള് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്നിട്ട് വേണം, നമുക്ക് അപ്പുറത്തെ സൈഡിലാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് വേണം സ്റ്റേഷൻ്റെ അവിടേക്ക് നമുക്ക് കയറാൻ. അങ്ങനെ ക്ലോക്കൊക്കെ കണ്ട ഭയങ്കര വലുത്. ഞാനിത് സിനിമയെ കണ്ടിട്ടുള്ളൂ കേട്ടോ, നേരിട്ട് കണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് കയറിയത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ് വീണ്ടും. പിന്നെ ഇവിടെ ഫുൾ ചെറിയ കടകളാണ് കണ്ട, വലിയ ഹോള് പോലെയാണ്. ഇങ്ങനെ ഭയങ്കര സ്പേസാണ്, ഭയങ്കര വലിയ ഓഡിറ്റോറിയമൊക്കെ പോലെ തോന്നും. പക്ഷെ എന്താണ്, അവിടെ ട്രെയിൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ടേക്കാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്ന് ട്രെയിനിൽ കയറാനും ഭയങ്കര ഓട്ട മത്സരത്തിലായിരുന്നു. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റായി. അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചതൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ സേലം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്.